പൊരിച്ച മീന്, മണ്ണിൽ വിടുന്ന മീൻ. മണ്ണിൽ വീഴുന്ന മീനാണ്. ഞാൻ ആദ്യം വെച്ചപ്പോൾ എടുത്ത് കഴിക്കാം. സൂപ്പറല്ലേ? ചാട്ടൻ പൊരിച്ച മീൻ എല്ലാരും വെച്ചതന്നു. ചൂട് മീനെടുത്ത് എൻ്റെ വായിലും വെച്ചെന്നാ. ഇത് കിട്ടും മണ്ണ്. പൊരിയാണ് കേട്ടോ. പിന്നെ നീ ചാടി അങ്ങനെ പോവോ ചേട്ടാ? നോക്കട്ടെ, വലയിട്ട് അവനെ പിടിക്കണം. ചൂണ്ടാണോ? ഇത് മുത്തിനെ കൊണ്ട് അവനെ പിടിപ്പിക്കാം. ചൂണ്ടാണോ ചേട്ടാ? വേണ്ട, നീയേ ഒരു ചൂണ്ട. അവ അപ്പോഴപ്പോഴൊന്ന് തക്കാളി വാരിക്കൊണ്ട് പോകണം. എന്തൊരു മീന്! എന്നാ രാഹുലിനോട് ചൂടില്ല കേട്ടാ, ചൂടില്ല. മണ്ണ് പറ്റി ആര് പറഞ്ഞ ചേട്ടാ? ആദ്യം മണ്ണ് എനിക്ക് കിട്ടി കേട്ടോ. വേറെ തക്കാളി തിന്നോളി. പൊള്ളിക്കൊണ്ട് നമ്മുടെ ചാട്ടമൊക്കെ നിറച്ചിരിക്കുകയാണ്. പല്ലിയേക്കിനും പല്ലിന്റെ ഹോട്ടല് മീനൊന്ന് പല്ലിയേറ്റിൽ ഈ ഹോട്ടലൊക്കെ കയറും. അടിപൊളി 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 സെറ്റപ്പ് കേട്ടാ. തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് അടുത്തവനെ തള്ളാൻ പോവേണ്. ഇതിനു മുമ്പ് ചേട്ടൻ എവിടെയെങ്കിലും പാചകത്തിന് നിന്നിട്ടുണ്ടോ? ആഫ്രിക്കയിലോ? ആഫ്രിക്കയിൽ നിന്നെന്ന് പറയണേ. ചെറിയ ഞെട്ടലൊക്കെ ഞെട്ടണം എണ്ണ പൊട്ടി തെറച്ചപ്പോ. അത് ആഫ്രിക്കയിൽ നിന്നപ്പോഴത്തേക്ക് എണ്ണ പൊട്ടി തെറച്ചു, അതാണ് പ്രശ്നം. ചെറിയൊരു ഭയം. അപ്പോഴെപ്പോഴും ആരെ വിളിയാന്ന് വിളിക്കേണ്ട കൈ വേണം. അതുകൊണ്ട് അങ്ങനെ അടുപ്പല്ലേ. പൊരിഞ്ഞ അങ്ങനെ നിൽക്കുന്നു. ഇവരെ നിർത്തി പൊരിച്ചല്ലേ? നിർത്തിയല്ല, കിടത്തിയാണ് പൊരിച്ചത്. സൂപ്പർ. എനിക്കുള്ള മീനാണ്, ആരും എടുക്കരുത്. രാഹുലിന് നമ്മൾ പിച്ചേന്റെ ബാക്കി കൊടുത്താൽ എൻ്റെ ചേട്ടൻ്റെ പാചകം എങ്ങനെ ഉണ്ടെന്ന് നോക്കി. മീൻ ചാടി പോവാൻ ചാൻസ് ഉണ്ട്. രാവിലെ ചൂണ്ടയും കൊണ്ട് നില്ല് പിടിക്കണമെങ്കിൽ. അല്ല, അതിന് തലയുണ്ട്. ചൂട് ചാട്ടാ അത്. എടുക്കാൻ പറഞ്ഞ കുറച്ചെടുത്താൽ മതി, കൂടുതലെടുക്കണ്ട കേട്ടോ. ഇതൊക്കെ എല്ലാം കൊടുക്കാം. മറിച്ചിട്ടേ ഉള്ളൂ എനിക്കുള്ള കഷ്ണത്തില്. മതിയല്ലേ? തക്കാളി ചേട്ടാ ഇപ്പൊ നേരത്തേക്കാളും നല്ല ഗ്ലാമറായി കേട്ടോ. മീൻ ചവച്ചപ്പോഴ് നീയായിട്ട് എന്നെ ഇല്ലാതാക്കരുത്. മതിയപ്പോഴും മതിയാക്കട്ടാ.